അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്തായ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മെ എത്തിച്ചിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറഫ ദിവസം ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹത്തായ സ്ഥലമാണിത്. ഇവിടെ വെച്ചുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനമായി കൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത്. അൽയൗമ അക്മൽതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീനാ എന്ന് പറയുന്ന മഹത്തായ ആയത്ത് ഇവിടെ വെച്ചുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ വിദായിന്റെ സ്പീച്ച് റസൂലുള്ള നടത്തി ഇവിടെ വെച്ചുകൊണ്ടായിരുന്നു. ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന ആ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഓ സ്വഹാബത്തെ, ഇനി ഇതുപോലത്തെ സംസാരം നിങ്ങൾക്ക് കേട്ടു എന്ന് വരില്ല, എന്റെ അവസാനത്തെ സംസാരമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, സ്വഹാബത്തെ, ഇതാ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു സ്വഹാബത്തെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തങ്ങ് ഓതിയപ്പോൾ സ്വഹാബികളെല്ലാം പൊട്ടിക്കരഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഈ മഹത്തായ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഈ മഹത്തായ സ്ഥലത്തിലേക്കാണ് നമ്മെ എത്തിച്ചിരിക്കുന്നത്. ദുആക്ക് ഇജാബത്തുള്ള ഈ മഹത്തായ സ്ഥലമാണ്. റബ്ബ് സുബ്ഹാനഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥലങ്ങളിലേക്ക് വന്നവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.